ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ ചെഞ്ചേരിമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള മന്ദിരഗിരി വേലായുധ സ്വാമി ക്ഷേത്രം, മുരുകന്റെ ക്ഷേത്രമാണ്. ഒരു ചെറിയ കുന്നിന്റെ മേലെയാണ് ഈ ക്ഷേത്രമുള്ളത്. അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം അല്ലേ? അപ്പൊ എല്ലാവരും വരൂ, നമ്മൾക്ക് ഈ കാഴ്ചകൾ കാണാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, വരൂ. പടികളിലൂടെ മെല്ലെ നമ്മൾ മുകളിൽ കയറുകയാണ്. ഈ പടി കുറച്ചു ദൂരം പടികളുണ്ട്. ആ പടികളിലൂടെ മുകളിൽ കയറി ചെഞ്ചേരിമല മുരുകനെ കാണാൻ പോവുകയാണ്. അത് കണ്ടോ, പണ്ടത്തെ വഴിയാണ്. കരിങ്കല്ലിലെ എന്നെ അവിടെ കൊത്തി വിട്ടിട്ട് അതിലങ്ങനെ നടന്ന് കയറുകയാണ്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ പടികളൊക്കെ കെട്ടിയിരിക്കുന്നത്. നമ്മൾ കയറുന്ന വഴിയിലൂടെ ഉണ്ടോ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ മെല്ലെ പോകാം. മുകളിൽ കയറുമ്പോൾ ഇടത് സൈഡ് കന്നിമാർ സന്നദ്ധിയും അതിൻ്റെ അടുത്ത് തന്നെ ഇടുമ്പന് ഒരു സന്നദ്ധി കൂടെ ഇവിടെ പണി കഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയും തൊഴുതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ പല്ലടം പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ചെഞ്ചേരി മല എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. ചുറ്റും തെങ്ങും തോപ്പും കൃഷി സ്ഥലങ്ങളുള്ള ഈ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കാറിൽ വന്നാൽ അവിടെ എത്താൻ പറ്റും. ഇനി ഇതാ നമ്മൾ മുകളിലെത്തുകയാണ്. ഈ പടികളിലൂടെ എത്തി. ഇതാ അതിൻ്റെ ഗേറ്റ് സമയമാകത്തോണ്ട് വെറുതെ ലേശം തുറന്നിട്ടേ ഉള്ളൂ.
നമ്മൾ അതിലൂടെ ഉള്ളിലേക്ക് പോവുക. കുന്നിന്മേലുള്ള ഒരു വലിയ ക്ഷേത്രമാണിത്. വലിയൊരു വേലിവിടെ വെച്ചിട്ടുണ്ട്. വലിയ ബോർഡ് കണ്ടോ, മന്ദിര വടിവേൽ വരുകെ വരുകെ എന്ന് പറഞ്ഞിട്ട് വലിയ ലൈറ്റിംഗ് ബോർഡ് ഓമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമ്മൾ നടയടച്ചതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ കുറവായിട്ട് കാണുക, ആരും വന്നിട്ടില്ല. ഇവിടെ ഡെയിലി അന്നദാനമൊക്കെ ഉണ്ട്. പൂജാഗ്രഹങ്ങളെല്ലാം നടത്തുന്നു. ഇവിടെ തൈപ്പൂയം വരാൻ പോകുന്നതുകൊണ്ട് നല്ല വിശേഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കുംഭാഭിഷേകം നടന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് അവിടെ കാണുന്നുണ്ട്. നടയടച്ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് കോവിലിന്റെ വെളിയിലുള്ള ഹാള്. ഇവിടെ തങ്കത്തേരുണ്ട്. എല്ലാം കാർത്തിക ദിവസവും ആ തേര് വലിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ബിൽഡിങ്, ആ തേര് നിർത്താനുള്ള സ്ഥലം പണി നടക്കുകയാണ്. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച. കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ കാറിൽ വരികയാണെങ്കിൽ മുകളിൽ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് നടന്നു പോകേണ്ട ദൂരത്തിൽ മുകളിൽ ആ സൈഡിലൂടെ പടിയൊന്നുമില്ല, അതിലങ്ങനെ കയറി വരാം നമുക്ക്. ഇത് ബ്രഹ്മതീർത്ഥം എന്ന് പറയാണ്. ഇത് ഗംഗ തീർത്ഥത്തിന്റെ സമമായിട്ടുള്ള ശക്തിയുള്ളതെന്ന് പറയാണ്. ഇവിടെ പല അമ്പലങ്ങൾക്ക് ഇവിടെ നിന്ന് തീർത്ഥം എടുത്തു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ബ്രഹ്മതീർത്ഥം. ഈ ക്ഷേത്രം കാലത്ത് 6 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയും എല്ലാ ദിവസങ്ങളിലും നട തുറന്നിട്ടുണ്ടാകും. അതുമാത്രമല്ല, വിശേഷ ദിവസങ്ങളിൽ ഫുൾ ടൈം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഒരു മനോഹരമായ പ്രകൃതിയുടെ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് സെഞ്ചേരിമലൈ മന്ദിരഗിരി എന്ന് പറയുന്ന ഈ ക്ഷേത്രം. മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ നിങ്ങളെല്ലാവരും വരാം. തിരിച്ച് ഞങ്ങൾ കാറിലൂടെ ഇറങ്ങാനുള്ള പാതയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു പാതയുമുണ്ട്. വാഹനങ്ങൾ വരുന്നവർക്ക് മുകളിലേക്ക് പോകാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ക്ഷേത്രത്തിൽ പോയവർ അതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയുവാനായിട്ടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.